അങ്ങനെ യൂറോ 2024 കാര്യത്തിൽ ഒരു തീരുമാനമായി. ഇംഗ്ലണ്ട് ചരിത്രം ആവർത്തിച്ചു എന്ന് പറയേണ്ടി വരും. സ്പെയിൻ 2-1 ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചുകൊണ്ട് 2024 യൂറോ കപ്പ് സ്വന്തമാക്കി. ഇപ്പൊ വെൽക്കം ബാക്ക് എവരി വൺ. ഇപ്പൊ കോണ്ടന്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കഴിഞ്ഞ യൂറോയില് ഡിഫെൻസീവായിട്ട് കളിച്ചു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും സെറ്റ് ബാക്ക് ഉണ്ടാകുക എന്ന് സൗത്ത് ഗേറ്റിന് അറിയാം. പുള്ളി ഒരു ഇഞ്ച് പോലും ചേഞ്ച് ചെയ്യാൻ തയ്യാറല്ല എന്ന് തോന്നിപ്പിക്കുന്ന ഒരു പെർഫോമൻസ് ആണ് ഫസ്റ്റ് ഹാഫിൽ കണ്ടത്. ടോർച്ചർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു മത്സരം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്ക് ഒരു ചാൻസ് എങ്ങനെയാണ് ഈ മത്സരത്തിന്റെ ഫസ്റ്റ് ഹാഫിൽ കിട്ടിയത്. ഡിഫെൻസീവായിട്ട് കളിച്ചു, ഒരുപാട് ചാൻസുകൾ സ്പെയിന് ക്രിയേറ്റ് ചെയ്യും എന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷെ ഫസ്റ്റ് ഹാഫിൽ നല്ല രീതിയിൽ തന്നെ സ്പെയിനെ ബ്ലോക്ക് ചെയ്യാൻ ഇംഗ്ലണ്ടിന് സാധിച്ചു. വളരെ കണ്ടെയ്ൻ ആയിട്ടുള്ള ഒരു മത്സരമാണ് ഇംഗ്ലണ്ടിന്റെ സൈഡിൽ നിന്ന് കണ്ടിട്ടുള്ളത്. നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതല്ലേ, ബാക്ക് പാസ്, മിഡ് പാസ്, കീപ്പർക്ക് ബോൾ കൊടുക്കുന്നു, കീപ്പർ തിരിച്ച് വിങ്ങിലേക്ക് കൊടുക്കുന്നു. ഈ ഒരു സെറ്റപ്പ് ആയിരുന്നു. നമുക്ക് ആകെയുള്ള ഒരു പ്രതീക്ഷ സാക്കയിലായിരുന്നു. പക്ഷെ കുക്കറയുടെ വളരെ കൃത്യമായിട്ടുള്ള ഒരു പെർഫോമൻസ് നമ്മളിത് കണ്ടു. പുള്ളി സാക്കയുടെ റൈറ്റ് വിങ്ങിൽ നിന്ന് ബ്ലോക്ക് ചെയ്തു. അതോടുകൂടി ലോങ് ബോൾ സാക്കക്ക് കൊടുത്തിട്ട് അറ്റാക്ക് ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യാന്നുള്ള ഒരു ചാൻസ് ഒക്കെ നമ്മൾ കയ്യിൽ നിന്ന് പോയി. ബെല്ലിംഗാമിന് ആകെ 1-2 ബോളുകളാണ് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞത്. മിഡ്ഫീൽഡിൽ റോഡ്രിയും മറ്റ് പ്ലേയേഴ്സും ഒക്കെ നല്ല രീതിയിൽ തന്നെ ബ്ലോക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. നിക്കോ വില്യംസിന്റെ ഒരു ബെസ്റ്റ് പെർഫോമൻസ് ആണ് നമ്മളിന്ന് കണ്ടത്. പുള്ളി ലെഫ്റ്റ് വിങ്ങിൽ നല്ല രീതിയിൽ തന്നെ ചാൻസുകളായിട്ട് മുമ്പോട്ട് പോകുന്നുണ്ടായിരുന്നു. യമാല് കൃത്യമായിട്ട് സ്പെയിന്റെ സൈഡിൽ നിന്ന് സപ്പോർട്ട് ചെയ്തു. അവർ രണ്ടുപേരും കൂടി 1-2 കിഡ്ലൻ ചാൻസുകളൊക്കെ ഫസ്റ്റ് ഹാഫിൽ ക്രിയേറ്റ് ചെയ്തു. പക്ഷെ ഫിനിഷ് ചെയ്യാൻ സാധിച്ചില്ല. ഇംഗ്ലണ്ടിന്റെ സൈഡിൽ നിന്ന് ഒരു ചാൻസ് എങ്ങനെയാണ് മര്യാദയ്ക്ക് വന്നിട്ടുള്ളത്. ഒരു ഷോട്ട് ഓൺ ടാർഗറ്റ് ഉണ്ടായി. അത് മാറ്റി നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒഫൻസീവ്ലി വളരെ വളരെ പൂർ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് നമ്മൾ ഇംഗ്ലണ്ട് സൈഡിൽ നിന്ന് കണ്ടത്. അങ്ങനെ ഫസ്റ്റ് ഹാഫിൽ 0-0 എന്ന നിലയിൽ കാര്യങ്ങൾ പോയി. സെക്കൻഡ് ഹാഫിലെങ്കിലും എന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ ഇംഗ്ലണ്ട് സൈഡിൽ നിന്ന് കാണും ഞാൻ പ്രതീക്ഷിച്ചു. ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ കളി തുടങ്ങി ആദ്യത്തെ 5 മിനിറ്റിനുള്ളിൽ തന്നെ സ്പെയിന് സ്കോർ ചെയ്തു. നമ്മൾ പലപ്പോഴും കോൾ വാക്കറെ പറ്റി പറയുമ്പോൾ പുള്ളിയുടെ സ്പീഡാണ് പുള്ളിക്ക് ഗുണം ചെയ്യുന്നത്. ഇപ്പൊ ഒഫൻസീവ്ലി പുള്ളി മുമ്പോട്ട് പോകും, ക്രോസ് കൊടുക്കും. പക്ഷെ ഇന്നത്തെ മത്സരത്തിൽ പുള്ളിക്ക് മുമ്പോട്ട് പോകാനും പറ്റിയില്ല, ക്രോസ് കൊടുക്കാനും പറ്റിയില്ല. പുള്ളിയുടെ 2 മിസ്റ്റേക്കിൽ നിന്ന് സ്പെയിന് 2 ഗോൾ അടിക്കുകയും ചെയ്തു. ശരിക്കും പറഞ്ഞാൽ പുള്ളി മാർക്ക് ചെയ്യേണ്ട പ്ലെയർ ആയിരുന്നു നിക്കോ വില്യംസ്. നിക്കോ വില്യംസ് ഫ്രീ ആയിട്ട് റൈറ്റ് വിങ്ങിൽ ഉണ്ടായിരുന്നു. ഒരു കിടിലം ഓപ്പർച്യൂണിറ്റി സെക്കൻഡ് ഹാഫിന്റെ ആദ്യഘട്ടത്തിൽ സ്പെയിൻ ക്രിയേറ്റ് ചെയ്തു. റൈറ്റ് വിങ്ങിൽ നിന്ന് യമാല് ഒരു പന്ത് നിക്കോ വില്യംസിന്റെ കാലിലേക്ക് എത്തിച്ചു കൊടുത്തു. പുള്ളി ഒരു കിടിലൻ ഷോട്ട് എടുക്കുന്നു. പിക്ഫോർഡ് ചാടിയൊക്കെ നോക്കി, പക്ഷെ പുള്ളിക്ക് അത് സേവ് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ 1-0 ലീഡിലേക്ക് സ്പെയിന് വരികയാണ്. അപ്പൊ നമ്മൾ സാധാരണ എന്താണ് പ്രതീക്ഷിക്കാറ്? ഒരു നല്ലൊരു പോസിറ്റീവ് മൊമെന്റം കൊണ്ടുവരിക, കുറച്ച് സബ്സ്റ്റിറ്റ്യൂഷൻ ഒക്കെ കൊണ്ടുവരിക, അറ്റാക്കിംഗ് വൈസ് കുറച്ചുകൂടി കയറി കളിക്കുക. പിന്നെയും സൗത്ത് ഗേറ്റ് ഈ തുഴയലാണ്, പുറകോട്ട് പോവുക, ലോങ് ബോൾ കളിക്കുക. അതിനുശേഷമാണ് ഹാരി കെയിനെ വലിക്കാനുള്ള തീരുമാനം സൗത്ത് ഗേറ്റ് എടുക്കുന്നത്. എനിക്ക് തോന്നുന്നു ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ചേഞ്ച് ആയിരുന്നു. കാരണം കെയിന് ഫസ്റ്റ് ഹാഫിൽ ഒരു ചാൻസ് എങ്ങനെയാണ് കിട്ടിയത്. അല്ലാതെ അറ്റാക്കിംഗ് വൈസ് യാതൊരു വിധത്തിലുള്ള ഇമ്പാക്ട് ഉണ്ടാക്കാനും കെയിന് കഴിഞ്ഞില്ല. എനിക്ക് തോന്നുന്നു ഇനി ഒരു ഇമ്പാക്ട് സബ് ആയിട്ട് പുള്ളിനെ കൊണ്ടുവരുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അങ്ങനെ വാട്കിൻസിനെ കൊണ്ടുവന്നു. അപ്പൊ വാട്കിൻസിനെ കൊണ്ടുവന്നപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചത് കഴിഞ്ഞ മത്സരത്തിൽ കണ്ട ആ ഒരു റണ്ണൊക്കെയാണ്. പക്ഷെ പുള്ളിക്ക് ബോൾ കിട്ടിയാലല്ലേ എന്തെങ്കിലും കാണിക്കാൻ പറ്റൂ. ആകെ ഒരു പ്രാവശ്യങ്ങളാണ് വാട്കിൻസിന് കറക്റ്റ് ആയിട്ട് ബോള് പാസ് ചെയ്ത് കിട്ടിയിട്ടുള്ളത്. ഇപ്പൊ റൈറ്റ് വിങ്ങിലായാലും ലെഫ്റ്റ് വിങ്ങിലായാലും പിക്ഫോർഡ് കുറെ ലോങ് ബോൾ ഒക്കെ എടുക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ സ്പെയിന് കൃത്യമായിട്ട് ക്ലിയർ ചെയ്തു. സ്പെയിന്റെ സൈഡിൽ നിന്ന് നമുക്കറിയാം യമാല അടിപൊളിയായിട്ട് കളിച്ചു. പുള്ളി സെക്കൻഡ് ഹാഫിൽ കളി കില്ല് ചെയ്യാനുള്ള ഒരു 3 ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ പിക്ഫോർഡിന്റെ കൃത്യമായിട്ടുള്ള സേവുകൾ ഇംഗ്ലണ്ടിനെ രക്ഷിച്ചു എന്ന് പറയേണ്ടി വരും. അങ്ങനെ അടുത്ത സബ്സ്റ്റിറ്റ്യൂഷൻ വന്നു. ഇംഗ്ലണ്ട് സൈഡിൽ നിന്ന് കോൾ പാമർ വരുന്നു. ഇപ്പൊ പാമറിന്റെ ഇമ്പാക്ട് കഴിഞ്ഞ കുറെ മത്സരങ്ങളായിട്ട് ഒരു സബ് എന്ന രീതിയിൽ നമ്മൾ കാണുന്നുണ്ട്. പുള്ളി വന്ന് ഒരു കൗണ്ടർ അറ്റാക്കിനുള്ള ചാൻസ് കിട്ടുന്നു. ഒരു കോർഡിനേറ്റർ ആയിട്ടുള്ള കിഡിലൻ ഗോളാണ്. റൈറ്റ് വിങ്ങിൽ സാക്ക ബോളുമായിട്ട് മുമ്പോട്ട് പോയി മിഡ്ഫീൽഡിലേക്ക് കൊണ്ടുവരുന്നു. അവിടെ ബെല്ലിംഗാം കൃത്യമായിട്ട് കോൾ പാമറെ സെറ്റപ്പ് ചെയ്യുന്നു. പാമർ ഒരു ഷോട്ട് എടുക്കുന്നു. ശരിക്കും പറഞ്ഞാൽ 3 പ്ലെയറുടെ കാലിനിടയിലൂടെയാണ് ബോൾ ബോക്സിലേക്ക് എത്തിയത്. അടിപൊളി ഗോളായിരുന്നു. അങ്ങനെ 1-1 ഇംഗ്ലണ്ട് കളിയിലേക്ക് തിരിച്ചു വന്നു. അപ്പൊ ചെയ്യേണ്ടത് ആ മൊമെന്റ് യൂട്ടിലൈസ് ചെയ്യുക, കുറച്ചുകൂടി നന്നായിട്ട് അറ്റാക്ക് ചെയ്യുക, ഒന്നുകൂടി സബ്സ്റ്റിറ്റ്യൂഷൻ ഒക്കെ കഴിഞ്ഞിട്ട് ആൾക്കാരെ കൊണ്ടുവരാൻ നോക്കുക. അതൊന്നും സൗത്ത് ഗേറ്റ് ചെയ്തില്ല. പുള്ളിക്ക് ചെയ്യേണ്ടത് എങ്ങനെയെങ്കിലും എക്സ്ട്രാ ടൈമിലേക്കോ അല്ലെങ്കിൽ പെനാൽറ്റിയിലേക്കോ പോയി അവിടുന്ന് എങ്ങനെയെങ്കിലും ജയിക്കുക എന്നുള്ള രീതിയിലാണ് സൗത്ത് ഗേറ്റ് ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ നമുക്കറിയായിരുന്നു
ഒരു ഗോള് എവിടെന്നെങ്കിലുമൊക്കെ വരും. പിന്നീട് മൊമെന്റം സ്പെയിന്റെ കയ്യിലേക്ക് പോയി. സ്പെയിന് വീണ്ടും ഓപ്പർച്യൂണിറ്റികൾ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ കോൾ വാക്കറുടെ രണ്ടാമത്തെ ഒരു മിസ്റ്റേക്ക് വരുന്നു. ശരിക്കും പറഞ്ഞാൽ വാക്കർ ഓടി പിടിക്കേണ്ട ഒരു ബോളാണ്. ആ ബോൾ കൃത്യമായിട്ട് ബോക്സിലേക്ക് എത്തിക്കുന്നു. അത് ഒരു വൺ ടച്ചോടെ പിക്ഫോർഡിനെ കബളിപ്പിച്ചുകൊണ്ട് വലയിലേക്ക് എത്തിക്കാൻ സ്പെയിന് സാധിച്ചു. 2-1 ലീഡിലേക്ക് 85th മിനിറ്റിൽ സ്പെയിൻ വരികയാണ്. അതോടുകൂടി നമുക്കറിയാം ഇനി തിരിച്ചു വരാൻ സാധിക്കില്ല, കളി സ്പെയിനിന്റെ കയ്യിൽ തന്നെയാണ്. പക്ഷെ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ഇംഗ്ലണ്ടിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു സെറ്റ് പീസിൽ നിന്ന് വന്ന പന്ത് ഡെക്ലൻ റൈസ് ഹെഡ് ചെയ്യുന്നു, അത് ഗോൾ കീപ്പർ സേവ് ചെയ്തു. തിരിച്ചു വന്നിട്ടുള്ള മറ്റൊരു പന്ത് ഐവിൻ ടോണി തിരിച്ച് ഹെഡ് ചെയ്യുന്നു. ഇവിടെ ഓൾമയുടെ ഗോൾ ലൈൻ ക്ലിയറൻസ് ഹെഡറാണ് സ്പെയിനെ കളിയിൽ പിടിച്ചു നിർത്തിയത് എന്ന് പറയേണ്ടി വരും. പിന്നീട് ചാൻസുകളൊന്നും ക്രിയേറ്റ് ചെയ്യാൻ ഇംഗ്ലണ്ടിന് കഴിഞ്ഞില്ല. അങ്ങനെ 2-1 സ്പെയിന് വിജയിക്കുകയും ചെയ്തു. ഇവിടെ നമ്മൾ ആലോചിക്കേണ്ട കാര്യം എന്തുകൊണ്ട് സൗത്ത് ഗേറ്റ് ഇംഗ്ലണ്ടിനെ ഇങ്ങനെ കളിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പൊ പ്ലേയേഴ്സ് ഇല്ലാഞ്ഞിട്ടാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്ലേയേഴ്സിന്റെ ഒരു വലിയ നിര തന്നെ സൗത്ത് ഗേറ്റിന് അവൈലബിൾ ആണ്. പുള്ളി എപ്പോഴും ഈ ഒരു ഡിഫെൻസീവ് മൈൻഡഡ് ആയിട്ട് കളിച്ചുകൊണ്ട് പലപ്പോഴും ട്രാൻസിഷനിലൂടെ അറ്റാക്കിലേക്ക് പോകാൻ ഇംഗ്ലണ്ട് പ്ലേയേഴ്സിന് കഴിയുന്നില്ല. അത് നല്ല രീതിയിൽ തന്നെ ഇംഗ്ലണ്ടിനെ എഫക്ട് ചെയ്യാറുണ്ട്. ഇപ്പൊ ഇൻഡിവിജ്വലി ബ്രില്യൻ്റ് ആയിട്ടുള്ള ചില ഗോൾസ്, ഇപ്പോൾ പാമറിന്റെ ഇന്നത്തെ ഗോള് അല്ലെങ്കിൽ ബെല്ലിംഗാമിന്റെ ഗോള്, ഇതുപോലുള്ള ഗോളുകളാണ് ഇംഗ്ലണ്ടിനെ പല കളിയിലും രക്ഷിച്ചത് എന്ന് പറയേണ്ടി വരും. പക്ഷെ ഇന്ന് അങ്ങനെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. വളരെ കൃത്യമായിട്ടുള്ള ഒരു പെർഫോമൻസോടെ സ്പെയിന് വിജയിക്കുകയും ചെയ്തു. ഇപ്പൊ സ്റ്റാറ്റൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പൊസിഷൻ സ്പെയിന്റെ കയ്യിലായിരുന്നു. 16ഓളം ചാൻസുകൾ അവർ ക്രിയേറ്റ് ചെയ്തു. ഇംഗ്ലണ്ട് ആകെ 9 ചാൻസുകളെ ക്രിയേറ്റ് ചെയ്തുള്ളൂ. അതിൽ 3 ഷോട്ടുകൾ ടാർഗറ്റിലേക്ക് എത്തി. പക്ഷെ അതുകൊണ്ട് മാത്രം ജയിക്കാനുള്ള മെറ്റീരിയൽ ഇംഗ്ലണ്ടിന്റെ സൈഡിൽ ഉണ്ടായിരുന്നില്ല. ഇപ്പൊ കപ്പ് അടിച്ചതിന് ശേഷം നമുക്കറിയാം യങ് പ്ലെയർ അവാർഡ് കിട്ടിയത് യമാലിനാണ്. വെൽ ഡിസേർവിംഗ് ആയിട്ടുള്ള അവാർഡാണ്. റോഡ്രി ബെസ്റ്റ് പ്ലെയറിനുള്ള അവാർഡ് നേടുകയും ചെയ്തു. അല്ല, മൊറാട്ടയും ടീമും ഈ ഒരു യൂറോ 2024 സ്വന്തമാക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. ഇപ്പൊ കൺഗ്രാറ്റുലേഷൻ ടു സ്പെയിൻ വൺസ് അഗെയിൻ. സൗത്ത് ഗേറ്റിനെ ഇനിയെങ്കിലും സാക്ക് ചെയ്യുന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഇംഗ്ലണ്ട് ഫാൻസ് ഒക്കെ നിൽക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായം താഴെ അറിയിക്കുക. പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.